നമസ്കാരം. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിലുണ്ടായ വൻ സംഘർഷത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. 200-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. റാവലക്കോട്ട് നഗരത്തിലാണ് അക്രമം അതിരൂക്ഷമായി തുടരുന്നത്. ബർണാല, ഭിംബർ, മിർപൂർ, കോട്ട്ലി, മുസഫറാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ജനക്കൂട്ടത്തിന് നേരെ സുരക്ഷാ സേന വ്യാപകമായി കണ്ണീർവാതവും ലാത്തിചാർജും പ്രയോഗിക്കുന്നതിൻ്റെയും ഏറ്റുമുട്ടുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ജൂലൈ 27-ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45 സീറ്റുകളിൽ 12 എണ്ണം അഭയാർത്ഥികൾക്കായി മാറ്റിവെച്ചതിന് പിന്നാലെയാണ് JAC പ്രതിഷേധ സമരം തുടങ്ങിയത്. ഇത്തരത്തിൽ സീറ്റുകൾ മാറ്റിവെച്ചാൽ അത് പ്രാദേശിക പ്രാതിനിധ്യം കുറയ്ക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇവർ അധികൃതരെ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ പാക് ഭരണകൂടം ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. റാവലക്കോട്ടിൽ ജൂൺ 5 മുതൽ പ്രതിഷേധം ശക്തമായിരുന്നു. ക്രമസമാധാനവും സുരക്ഷയും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞയാഴ്ച അധികൃതർ JACയെ നിരോധിച്ചത്. വെള്ളിയാഴ്ച രാത്രി സുരക്ഷാ സേനയുടെ വെടിയേറ്റ് ഒരു വ്യാപാരി കൊല്ലപ്പെട്ടതോടെയാണ് മേഖലയിൽ പ്രതിഷേധം കൂടുതൽ കടുത്തത്. ഞായറാഴ്ച വ്യാപാരിയുടെ മൃതദേഹം ഉണ്ടായിരുന്ന ആശുപത്രി മോർച്ചറിയുടെ മുന്നിൽ JACയെ പിന്തുണയ്ക്കുന്നവർ വലിയ തോതിൽ ഒത്തുചേരുകയായിരുന്നുവെന്ന് റാവലക്കോട്ടിലെ കമ്മീഷണർ സർദാർ വഹീദ് ഖാൻ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് സ്ഥിരീകരിച്ചു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന ശ്രമിക്കവേ JAC പ്രവർത്തകർ ഓട്ടോമാറ്റിക് റൈഫിളുകളും പെട്രോൾ ബോംബുകളും മറ്റ് ആയുധങ്ങളും സുരക്ഷാ സേനയ്ക്ക് നേരെ പ്രയോഗിച്ചതായും തുടർന്നുണ്ടായ പ്രതികരണത്തിൽ 6 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായും വഹീദ് ഖാൻ പറഞ്ഞു. നടപടിക്കിടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അധികൃതർ പുറത്തുവിട്ട സാധാരണക്കാരുടെ മരണസംഖ്യ ശരിയല്ലെന്നും അതിലേറെ മരണം സംഭവിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികളും JACയെ പിന്തുണയ്ക്കുന്നവരും ആരോപിക്കുന്നു. തങ്ങൾക്ക് നേരെ സുരക്ഷാ സേന വലിയ തോതിൽ അമിത ബലപ്രയോഗം നടത്തുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. പാക് അധിനിവേശ കശ്മീർ പ്രദേശത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ആവശ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിവിധ കൂട്ടായ്മകളുടെ സിവിൽ സൊസൈറ്റി സഖ്യമാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി. വിലക്കയറ്റം, കടുത്ത വൈദ്യുതി ക്ഷാമം, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾ പാകിസ്ഥാൻ ചൂഷണം ചെയ്യൽ, രാഷ്ട്രീയമായ അരികുവൽക്കരണം എന്നിവയ്ക്കെതിരെയാണ് ഈ കൂട്ടായ്മ പ്രധാനമായും സമരം ചെയ്യുന്നത്. മുൻപ് ഇവർ നടത്തിയ പല സമരങ്ങളും സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അവസാനിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞയാഴ്ച റീജിയണൽ അഡ്മിനിസ്ട്രേഷൻ ഭീകരവിരുദ്ധ നിയമപ്രകാരം സംഘടനയെ നിരോധിച്ചത്. എന്നാൽ നിരോധനവും ഇന്റർനെറ്റ് ബ്ലാക്കൌട്ടും നിലവിലുണ്ടെങ്കിലും തങ്ങളുടെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റൈഫിളുകളും പെട്രോൾ ബോംബുകളും ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിഷേധക്കാർ ആക്രമിച്ചെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് പ്രദേശവാസികളും JAC അനുകൂലികളും തള്ളുകയാണ്. തങ്ങൾക്ക് നേരെയാണ് വൻ ആക്രമണം ഉണ്ടായതെന്നാണ് ഇവരുടെ വാദം. പ്രതിഷേധം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി പാക് അധികൃതർ മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചതായും പ്രതിഷേധക്കാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ POKയിലെ പാക് അക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രത്യേകിച്ച് ബ്രിട്ടനിലും പ്രതിഷേധം ശക്തമാവുകയാണ്. പാക് അധിനിവേശ കശ്മീരിലെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ബ്രിട്ടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് 50-ലധികം ബ്രിട്ടീഷ് MPമാർ ബ്രിട്ടീഷ് സർക്കാരിന് കത്ത് നൽകി. തങ്ങളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് UKയിലെ നിരവധി പാക് വംശജർ പരാതിപ്പെട്ടതായി പാക് വംശജനായ ബ്രാഡ്ഫോർഡ് ഈസ്റ്റ് MP ഇമ്രാൻ ഹുസൈൻ വ്യക്തമാക്കി. ചർച്ചകളിലൂടെ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാൻ പാകിസ്ഥാന് മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.